എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടർന്ന് കുറച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഒന്നാമത്തെ ചോദ്യം, തദ്ദേശീയമായി നിർമ്മിച്ച 9000 കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച 9000 കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെ എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ദാഹോദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ദാഹോദാണ്. ഇത് എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗുജറാത്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, തദ്ദേശീയമായിട്ട് നിർമ്മിച്ച 9000 കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെ? ദാഹോദ്, ഗുജറാത്ത്. തദ്ദേശീയമായിട്ട് നിർമ്മിച്ച 9000 കുതിരശക്തി ശേഷിയുള്ള ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗുജറാത്തിലെ ദാഹോദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുജറാത്തിലെ ദാഹോദ് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗുജറാത്തിലെ ദാഹോദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടന്ന് ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന മുംബൈ ഇന്ത്യൻസ് താരമാരെന്ന ചോദ്യമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടന്ന് ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന മുംബൈ ഇന്ത്യൻസിന്റെ താരമാരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സൂര്യകുമാർ യാദവ് എന്നാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? സൂര്യകുമാർ യാദവ് എന്നതാണ് ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്ന് ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന മുംബൈ ഇന്ത്യൻസ് താരമാരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സൂര്യകുമാർ യാദവ് ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടന്ന് ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന മുംബൈ ഇന്ത്യൻസ് താരം എന്ന നേട്ടം കൈവരിച്ച താരമെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സൂര്യകുമാർ യാദവ് ആണ്. സൂര്യകുമാർ യാദവ്. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താനുള്ള അവകാശം നേടിയ രാജ്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ലോകാരോഗ്യ സംഘടനയിൽ ഈ അടുത്ത് പതാക ഉയർത്താനുള്ള അവകാശം നേടിയ രാജ്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് പാലസ്തീനാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പാലസ്തീൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താനുള്ള അവകാശം ഈ അടുത്ത് നേടിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പാലസ്തീനാണ്. പാലസ്തീൻ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം, സമഗ്ര സംഭാവന പരിഗണിച്ച് ഈ വർഷത്തെ പാംദോർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് നമ്മുടെ ചോദ്യം. സമഗ്ര സംഭാവനയൊക്കെ പരിഗണിച്ച് ഈ വർഷത്തെ പാംദോർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഡെൻസൽ വാഷിംഗ്ടൺ എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഡെൻസൽ വാഷിംഗ്ടൺ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പരീക്ഷയിൽ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. സമഗ്ര സംഭാവന പരിഗണിച്ച് ഈ വർഷത്തെ പാംദോർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡെൻസൽ വാഷിംഗ്ടൺ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. എന്താണ് നമ്മുടെ പേര്? ഡെൻസൽ വാഷിംഗ്ടൺ എന്നാണ് നമ്മുടെ പേര് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് സമഗ്ര സംഭാവന പരിഗണിച്ച് ഈ വർഷത്തെ പാംദോർ പുരസ്കാരം ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ പുരസ്കാരം ഓർത്തിരിക്കുക. പാംദോർ പുരസ്കാരം എന്നത് ഓർത്തിരിക്കുക. അത് ലഭിച്ചത് ഡെൻസൽ വാഷിംഗ്ടണിനാണ് ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? സമഗ്ര സംഭാവന പരിഗണിച്ച് ഈ വർഷത്തെ പാംദോർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഡെൻസൽ വാഷിംഗ്ടൺ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഡെൻസൽ വാഷിംഗ്ടൺ. ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അടുത്തൊരു പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. പ്രഥമ കൈരളി കലാസമിതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ പ്രഥമ കൈരളി കലാസമിതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രഥമ കൈരളി കലാസമിതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് NS മാധവൻ എന്നതാണ്. അപ്പോൾ നമ്മുടെ NS മാധവനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ചോദിച്ചാൽ NS മാധവനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2025 പ്രഖ്യാപിച്ച പ്രഥമ കൈരളി കലാസമിതി പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. ഈ ഒരു പുരസ്കാരം നൽകുന്നത് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ്. ഈ ഒരു പുരസ്കാരം നൽകുന്നത് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. സംഭാവനയ്ക്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക.
ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രഥമ കൈരളി കലാസമിതി പുരസ്കാരം. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടതാണ് പ്രഥമ കൈരളി കലാസമിതി പുരസ്കാരത്തെ കുറിച്ചാണ്. ഈ ഒരു പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. എന്തിനാണ് ഈ പുരസ്കാരം നൽകുന്നത്? സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകളൊക്കെ പരിഗണിച്ചാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ പ്രഥമ കൈരളി കലാസമിതി പുരസ്കാരം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? NS മാധവനാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഒരു പേരാണ് ഡോക്ടർ MR ശ്രീനിവാസൻ. ഇദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്, ഇദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ MR ശ്രീനിവാസൻ. അപ്പൊ ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ MR ശ്രീനിവാസൻ. ഡോക്ടർ MR ശ്രീനിവാസൻ ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. ഈയിടെ അന്തരിച്ച ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ MR ശ്രീനിവാസൻ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ MR ശ്രീനിവാസൻ. അപ്പൊ ഡോക്ടർ MR ശ്രീനിവാസൻ നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ MR ശ്രീനിവാസനാണ്. ഡോക്ടർ MR ശ്രീനിവാസൻ ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം 2025 മെയ് മാസത്തിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അടുത്ത ചോദ്യവും പരീക്ഷകളിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ റോക്കറ്റ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ, എടുത്തു പറയുന്നു, സ്വകാര്യ മേഖലയിൽ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ റോക്കറ്റാണ്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ റോക്കറ്റ് ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വിക്രം 1 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ആ റോക്കറ്റിന്റെ പേരെന്താണ്? വിക്രം 1 എന്നാണ് റോക്കറ്റിന്റെ പേര്. അപ്പൊ നമ്മുടെ രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ റോക്കറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഇനി പറയണം എന്താണ്? വിക്രം 1 ആണെന്ന് പറയണം. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? വിക്രം 1 എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ ചോദ്യം ഇതാണ്. അന്തരിച്ച പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടർ ആയിരുന്ന വ്യക്തി. 2025 മെയ് മാസത്തിലാണ് ഇദ്ദേഹം അന്തരിച്ചത്. പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേര് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക. ജയന്ത് നർലിക്കർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഓർത്തിരിക്കണം, ജയന്ത് നർലിക്കർ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് അന്തരിച്ച പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് ജയന്ത് നർലിക്കർ എന്ന പേര് ഓർക്കുക. നമ്മുടെ പേര് ജയന്ത് നർലിക്കർ എന്നതാണ് പേര്. എന്താണ്? ജയന്ത് നർലിക്കർ. അപ്പൊ അന്തരിച്ച പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് ജയന്ത് നർലിക്കർ എന്ന പേര് ഓർത്തിരിക്കുക. ജയന്ത് നർലിക്കർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ജയന്ത് നർലിക്കർ. 2025 മെയ് മാസത്തിൽ നടന്ന സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പില് ജേതാക്കളായതാരെന്നാണ് നമ്മുടെ ചോദ്യം. സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പില് ജേതാക്കളായതാരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ജേതാക്കളായത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗ്ലാദേശ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2025 ജേതാക്കൾ ഇന്ത്യയാണ്. ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2025 ആരാണ് ചാമ്പ്യന്മാരായതെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗ്ലാദേശ് എന്നാണ്. അടുത്ത ചോദ്യം, അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ കണ്ടെത്തിയ ഇന്ത്യയിൽ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച രാസവസ്തു എന്നാണ് നമ്മുടെ ചോദ്യം. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ കണ്ടെത്തിയ ഇന്ത്യയിൽ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച രാസവസ്തു എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് കാൽസ്യം കാർബൈഡ് എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. കാൽസ്യം കാർബൈഡ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കാൽസ്യം കാർബൈഡ്. നമ്മളോട് പരിചയപ്പെട്ട ഈ കാൽസ്യം കാർബൈഡ് ഇത് നമ്മുടെ ജലവുമായിട്ട് കലരുമ്പോൾ
കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഈ ഒരു രാസവസ്തു ജലവുമായിട്ട് കലരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വാതകമുണ്ട്. ആ വാതകത്തിന്റെ പേരും അന്ന് വാർത്തയിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വാതകത്തിന്റെ പേരാണ് അസറ്റലിൻ എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഞാനിവിടെ പറഞ്ഞത്, ഈ അടുത്ത് നമുക്കറിയാം അറബിക്കടലിൽ കപ്പൽ മുങ്ങുകയുണ്ടായിരുന്നു. ആ കപ്പലിൽ ഇന്ത്യയിൽ വിൽപ്പനയും ഉപയോഗം നിരോധിച്ച രാസവസ്തു കണ്ടെത്തുകയുണ്ടായി. ആ രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. ഈ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തു ജലവുമായിട്ട് കലരുന്ന സമയത്ത് ഒരു വാതകം ഉണ്ടാകും. ആ വാതകം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അസറ്റലിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? അസറ്റലിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കാം. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് നമ്മുടെ അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ കണ്ടെത്തിയ ഇന്ത്യയിൽ വിൽപ്പനയും അതേപോലെ ഉപയോഗവും നിരോധിച്ച രാസവസ്തു ഏതെന്നാണ്. അത് ഉത്തരമായിട്ട് വരേണ്ടത് കാൽസ്യം കാർബൈഡ് എന്നാണ്. നമ്മളിവിടെ പരിചയപ്പെട്ട കാൽസ്യം കാർബൈഡ് ജലവുമായിട്ട് കലരുന്ന സമയത്ത് ഒരു വാതകം ഫോം ചെയ്യും. ആ വാതകമാണ് അസറ്റലിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? അസറ്റലിൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ആരാണ് പ്രിയങ്ക് പഞ്ചാൽ എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇദ്ദേഹം ഒരു ക്രിക്കറ്റ് താരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇദ്ദേഹം ഒരു ക്രിക്കറ്റ് താരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ക്രിക്കറ്റ് താരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇദ്ദേഹം ഈ അടുത്ത് എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും ടെസ്റ്റ്, T20, ODI അങ്ങനെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ ഈ അടുത്ത് എന്താണ് എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുജറാത്ത് താരമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട പ്രിയങ്ക് പഞ്ചാൽ എന്ന പേര് ഓർത്തിരിക്കുക. ഗുജറാത്തിന്റെ താരമാണ് പ്രിയങ്ക് പഞ്ചാൽ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈയിടെ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുജറാത്ത് താരമാണ് പ്രിയങ്ക് പഞ്ചാൽ എന്ന പേര് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയാണ്. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഇന്ത്യ എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ ഇവിടെ ആരെയാണ് പിന്തള്ളിയത് എന്ന് ചോദിച്ചാലോ, അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യ ആരെയാണ് പിന്തള്ളിയത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജപ്പാനാണ്. ജപ്പാനെ പിന്തള്ളിയിട്ടാണ് ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ ആരെയാണ് പിന്തള്ളിയത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജപ്പാനെയാണ്. ആരെയാണ്? ജപ്പാനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യ ആരെയാണ് പിന്തള്ളിയത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജപ്പാനെയാണെന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ ആദ്യ 100 റാങ്കിൽ ഇടം നേടിയ ഗ്രാമപഞ്ചായത്തുകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ 100 റാങ്കിങ് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഇടം നേടിയ നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് പാറശാലയാണ്. ഒന്നാമത്തെ പഞ്ചായത്തിന്റെ പേര് പരിചയപ്പെട്ടു, പാറശാല. രണ്ടാമതൊരു പഞ്ചായത്തുണ്ട്, പൂവച്ചാൽ. രണ്ടാമത്തെ പഞ്ചായത്താണ് പൂവച്ചാൽ എന്ന് പറയുന്ന പഞ്ചായത്ത്, പൂവച്ചൽ എന്ന് പറയുന്ന പഞ്ചായത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മളിവിടെ പരിചയപ്പെട്ടത് രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ. അപ്പൊ ഇവിടെ എന്താണ്? രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ 100 റാങ്കിൽ ഇടം നേടിയ 2 ഗ്രാമപഞ്ചായത്തുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് പാറശാലയാണ്, മറ്റൊന്നെന്ന് പറയുന്നത് പൂവച്ചലാണ്. പൂവച്ചൽ. ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. പാറശാല, പൂവച്ചൽ. രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ ആദ്യ 100 റാങ്കിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്തുകളാണ് പാറശാലയും പൂവച്ചാലും. പാറശാലയും പൂവച്ചാലും, ഈ 2 പേരുകൾ ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യം, തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യാവതി. നമ്മുടെ ചോദ്യം, തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യാവതി. ഇതൊരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകം രചിച്ചത് ആരെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. നമ്മുടെ MK സാനു ആണ്. MK സാനുവിന്റെ പുസ്തകമാണ് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്നത്. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം MK സാനുവിന്റെ പുസ്തകമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി ആരുടെ പുസ്തകമാണ്? MK സാനുവിന്റെ പുസ്തകമാണ്. MK സാനുവിന്റെ പുസ്തകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി ആരുടെ പുസ്തകമാണ്? MK സാനുവിന്റെ പുസ്തകമാണ്. MK സാനുവിന്റെ പുസ്തകമാണ്. ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയ ടിപ്പ് പറയാം. നമ്മൾ ഈ തപസ്വിനി എന്ന് പറഞ്ഞില്ലേ, തപസ്വിനിയിലെ സ്വനി ആ ഒരു ഭാഗം കൊണ്ടെടുക്കാം. സാനു അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ? സായും നായും അവിടെയും ഉണ്ട്, ഇവിടെയും എന്തുണ്ട്? സായും നായും ഉണ്ട്.
അത് വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് MK സാനുവിന്റെ പുസ്തകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന വർഷമായിട്ട് ഇപ്പോൾ പറയുന്ന ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 2029 അപ്പൊ വർഷമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന വർഷമായിട്ടൊക്കെ പറയുന്ന ഏതാണ്? 2029 പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ അടുത്ത ചോദ്യം എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ CISF സേനാംഗമാരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്ന എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന രാജ്യത്തെ ആദ്യ CISF സേനാംഗമാര്. അപ്പൊ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ CISF സേനാംഗമാര് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് സബ് ഇൻസ്പെക്ടർ ഗീത മേത്തയാണ്. സബ് ഇൻസ്പെക്ടർ ഗീത മേത്ത എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഗീത മേത്തയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഗീത മേത്തയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന രാജ്യത്തെ ആദ്യ CISF സേനാംഗം എന്ന ബഹുമതി നേടിയത്. അപ്പൊ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ CISF സേനാംഗമാര്. ഉത്തരമായിട്ട് വരേണ്ടത് സബ് ഇൻസ്പെക്ടർ ഗീത മേത്തയാണ്. സബ് ഇൻസ്പെക്ടർ ഗീത മേത്ത എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സബ് ഇൻസ്പെക്ടർ ഗീത മേത്ത. നമ്മൾ അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായ 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നിട്ടുള്ള ഒരു വ്യവസായി ഉണ്ട്. അതാരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് മുകേഷ് അംബാനി എന്നാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? മുകേഷ് അംബാനി എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? മുകേഷ് അംബാനി എന്നാണ് ഉത്തരമായിട്ട് വരിക. ഓർത്തിരിക്കുക, മുകേഷ് അംബാനി എന്നാണ് ഉത്തരം. മുകേഷ് അംബാനിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായിയാണ് ആര്? നമ്മുടെ മുകേഷ് അംബാനി. ആരാണ്? മുകേഷ് അംബാനി എന്ന പേര് ഓർത്തിരിക്കുക. ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായ 100 പേരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച പ്രമുഖ വ്യവസായി ആരെന്ന് വെച്ചിട്ട് ഉത്തരമായിട്ട് വരേണ്ടത് മുകേഷ് അംബാനി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ദിനം ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ലോക ഫുട്ബോൾ ദിനം എന്നാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓർത്തിരിക്കുക, മെയ് മാസം 25 തീയതിയാണ്. ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ എന്നാണ് ലോക ഫുട്ബോൾ ദിനം? മെയ് 25 തീയതിയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പേരാണ് ആദ്യമായിട്ട് പറയുന്നത്. പേരിതാണ് മാലവിയ മനില സിഞ്ചിത് ധൻവൺ എന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഒരു പേര്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നെല്ലിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ഇതെന്ന് പറയുന്നത് ഒരു നെല്ലിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഇവിടെ കണ്ടില്ലേ, മനില എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്ത് തന്നെയായിരിക്കും? ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസിലെ മനില. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയിലെ നെല്ലുൽപാദനം വികസിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ഫിലിപ്പൈൻസിൽ നിന്നും വികസിപ്പിച്ച പുതിയ നെല്ലിനമാണ് ഏതെന്ന് പറയുന്നത്? മാലവിയ മനില സിഞ്ചിത് ധൻവൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേര് ഓർത്തിരിക്കുക, നമ്മുടെ പേര് ഓർത്തിരിക്കുക. മാലവിയ മനില സിഞ്ചിത് ധൻവൺ എന്നതാണ് നമ്മുടെ പേര്. അപ്പൊ ഇത് ഒരു നെല്ലിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ നെല്ലുൽപാദനമൊക്കെ വികസിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ എവിടെ നിന്ന് വികസിപ്പിച്ചതാണ്? ഫിലിപ്പൈൻസിൽ നിന്നും വികസിപ്പിച്ച പുതിയ നെല്ലിനമാണ്. അപ്പൊ മനിലയിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങോട്ട് വരാൻ പറ്റും? ഫിലിപ്പൈൻസിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഓർത്തിരിക്കുക, എവിടെ നിന്നാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഫിലിപ്പൈൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉത്തർപ്രദേശ്, ഒഡീഷ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്കിടയിലാണ് നെല്ലിനം പരിചയപ്പെടുത്തിയത്. അപ്പൊ ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളാണ് ഈ ഒരു നെല്ലിനം പരിചയപ്പെടുത്തിയിരിക്കുന്നത് കാര്യം ഓർത്തിരിക്കുക. ഒന്ന് ഉത്തർപ്രദേശ് ആണ്, പിന്നെ വരുന്നത് ഒഡീഷയാണ്, പിന്നെ വരുന്നത് ബീഹാർ. ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു നെല്ലിനത്തിന്റെ പേരാണ് മാലവിയ മനില സിഞ്ചിത് ധൻവൺ എന്നതാണ് നമ്മുടെ ആ ഒരു നെല്ലിനം. ഇത് ഫിലിപ്പൈൻസിലാണ് ഇത് വികസിപ്പിച്ചതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ നെല്ലുൽപാദനം വികസിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഫിലിപ്പൈൻസിൽ നിന്ന് വികസിപ്പിച്ച പുതിയ നെല്ലിനമാണ് മാലവിയ മനില സിഞ്ചിത് ധൻവൺ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ്, ഒഡീഷ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്കിടയിലാണ് നെല്ലിനം പരിചയപ്പെടുത്തിയിരിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പാംഡിയോർ പുരസ്കാരം 2025 പാംഡിയോർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാൻ ചലച്ചിത്രോത്സവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ കാൻ ചലച്ചിത്രോത്സവത്തിലെ
ഏറ്റവും വലിയ പുരസ്കാരമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട പാം ഡിയോർ പുരസ്കാരം. എന്താണ് പാം ഡിയോർ പുരസ്കാരം? ഇതിന് അർഹനായത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇറ്റാലിയൻ സംവിധായകനായിട്ടുള്ള ജാഫർ പനാഹിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രമായിട്ടുള്ള ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്നതാണ് ആ ഒരു ചിത്രത്തിന്റെ പേര്. അപ്പൊ പാം ഡിയോർ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള ചിത്രം ഏതെന്ന് ചോദിച്ചാൽ, ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഈ ഒരു സിനിമയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹമായത്. അപ്പൊ ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത ആരെന്ന് ചോദിച്ചാലോ ഉത്തരമായിട്ട് വരുന്നത് ജാഫർ പനാഹിയാണ്. അപ്പൊ ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജാഫർ പനാഹി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ആരാണ്? ജാഫർ പനാഹിയാണ്. അപ്പൊ ഇദ്ദേഹം ഏത് രാജ്യക്കാരനെന്ന് വെച്ചാൽ ഇറാനാണ്. ഇറാനിയൻ സംവിധായകനാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ജാഫർ പനാഹി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ പരിചയപ്പെട്ടത് പാം ഡിയോർ പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് കാൻ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ്. മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് പാം ഡിയോർ പുരസ്കാരം എന്ന് പറയുന്നത്. അത് 2025 കാൻ ചലച്ചിത്രോത്സവത്തിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹത നേടിയത് ഏത് ചിത്രമാണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ചിത്രമാണ്. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ചലച്ചിത്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. ജാഫർ പനാഹിയാണ് ഇത് സംവിധാനം ചെയ്ത്. അദ്ദേഹം ഒരു ഇറാനിയൻ സംവിധായകനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കാൻ ചലച്ചിത്രോത്സവം മികച്ച ചിത്രം പാം ഡിയോർ പുരസ്കാരം ലഭിച്ചത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്കാണ്. അത് സംവിധാനം ചെയ്ത ജാഫർ പനാഹി എന്ന ഇറാനിയൻ സംവിധായകനാണ്. ജാഫർ പനാഹി എന്ന ഇറാനിയൻ സംവിധായകൻ സംവിധാനം ചെയ്ത ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് കാൻ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള പാം ഡിയോർ പുരസ്കാരം ലഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. പാം ഡിയോർ പുരസ്കാരം ലഭിച്ചു. നമ്മൾ അടുത്ത ചോദ്യം, പുതിയ സെൻസസ് പ്രകാരം ഗുജറാത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. പുതിയ സെൻസസ് പ്രകാരം ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം, ഗുജറാത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 894 അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, പുതിയ സെൻസസ് പ്രകാരം ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട 894. അപ്പൊ പുതിയ സെൻസസ് പ്രകാരം ഗുജറാത്തിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം എത്രയാണ്? 894 894 കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മളിവിടെ പരിചയപ്പെടുന്ന രണ്ട് പേരുകളാണ്. ഒന്ന് NB 1.8.1 ആണ്. NB 1.8.1 LF7. അടുത്തിടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഈ രണ്ടെണ്ണവും എന്താണ്? അടുത്തിടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കോവിഡ് വകഭേദമാണെന്ന കാര്യം ഓർക്കുക. കോവിഡ് വകഭേദമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? കോവിഡ് വകഭേദമാണ്. നമ്മളിവിടെ പറഞ്ഞത് അടുത്തിടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദങ്ങളാണ് NB 1.8.1 അതുപോലെ LF7 NB 1.8.1. അപ്പൊ ഈ രണ്ടെണ്ണം ഓർത്തിരിക്കുക. NB 1.8.1 അതുപോലെ LF7 അടുത്തിടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഈ രണ്ടു പേരുകൾ. അടുത്ത ചോദ്യം, കാസർഗോഡിന് പുറമെ സ്വന്തമായിട്ട് ജൈവ വിഭവങ്ങൾ പ്രഖ്യാപിച്ച ജില്ല എന്നാണ് നമ്മുടെ ചോദ്യം. കാസർഗോഡിന് പുറമെ സ്വന്തമായിട്ട് ജൈവ വിഭവങ്ങൾ പ്രഖ്യാപിച്ച ജില്ല ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയാണ്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് കോഴിക്കോട് ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് കാസർഗോഡിന് പുറമെ സ്വന്തമായിട്ട് ജൈവ വിഭവങ്ങൾ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കോഴിക്കോട് ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. ഇവിടെ ജൈവ വിഭവങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ പുഷ്പമായിട്ട് പ്രഖ്യാപിച്ചത് അതിരാണിയാണ് പുഷ്പമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ കാസർഗോഡിന് പുറമെ സ്വന്തമായിട്ട് ജൈവ വിഭവങ്ങൾ പ്രഖ്യാപിച്ച ജില്ല ചോദിച്ചാൽ കോഴിക്കോടാണ്. അതിൽ പുഷ്പം ഏതാണെന്ന് വെച്ചാൽ അതിരാണിയാണ്. ഇനി പക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ മേനി പൊന്മാനാണ്. പക്ഷി പ്രഖ്യാപിച്ചത് മേനി പൊന്മാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. മേനി പൊന്മാനാണ്. ഇനി അടുത്തത് ശലഭമാണ്. ശലഭം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മലബാർ റോസ് ആണ് പ്രഖ്യാപിച്ചത്. മലബാർ റോസ്. അതുപോലെ വൃക്ഷം ഇയകം എന്ന് പറയുന്ന വൃക്ഷമാണ്. ഇയകം എന്ന് പറയുന്ന വൃക്ഷമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വൃക്ഷമാണ്. വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ ഇയകം. ഇനി അടുത്തത് പൈതൃക വൃക്ഷമാണ്. പൈതൃക വൃക്ഷം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈന്താണ് പൈതൃക വൃക്ഷമായിട്ട് പ്രഖ്യാപിച്ചത്.
ഇനി ജലജീവി ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് നീർനായയാണ്. ജലജീവി നമ്മുടെ നീർനായയാണെന്ന കാര്യം ഓർത്തിരിക്കാം. ഇനി മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് പന്താള പൂന്താരകൻ എന്ന് പറയുന്ന മത്സ്യമാണ്. പൂന്താരകൻ എന്ന മത്സ്യമാണ്. അതേപോലെ മൃഗം ചോദിച്ചാൽ ഈനാമ്പേച്ചിയാണ് ഇവിടെ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, നമ്മൾ പരിചയപ്പെട്ടത് കാസർഗോഡിന് പുറമെ സ്വന്തമായിട്ട് ജൈവ വിഭവങ്ങൾ പ്രഖ്യാപിച്ച ജില്ല ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് കോഴിക്കോട് ജില്ലയാണ്. അതിൽ തന്നെ പുഷ്പം ചോദിക്കുകയാണെങ്കിൽ അതിരാണി. ഇനി പക്ഷി ചോദിക്കുകയാണെങ്കിൽ മേനിപ്പൊന്മാൻ. ഇനി ശലഭം ചോദിക്കുകയാണെങ്കിൽ മലബാർ റോസ്. വൃക്ഷം ചോദിക്കുകയാണെങ്കിൽ ഈയകം. അതുപോലെ പൈതൃക വൃക്ഷമാണെങ്കിലോ ഈന്ത്. ഇനി ജലജീവിയാണെങ്കിലോ നീർനായിയാണ്. ഇനി മത്സ്യമാണെങ്കിൽ പന്താള പൂന്താരകൻ എന്ന് പറയുന്ന മത്സ്യമാണ്. ഇനി മൃഗം ചോദിക്കുകയാണെങ്കിൽ ഈനാമ്പേച്ചിയാണ്. ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, കാസർഗോഡ് പുറമെ സ്വന്തമായിട്ട് ജൈവ വിഭവങ്ങൾ പ്രഖ്യാപിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കോഴിക്കോട് ജില്ലയാണ്. അതിൽ ഓരോന്നും നമ്മൾ എടുത്തു പറയുന്നു. പുഷ്പമാണെങ്കിൽ അതിരാണി, പക്ഷിയാണെങ്കിൽ മേനിപ്പൊന്മാൻ, അതേപോലെ തന്നെ ശലഭമാണെങ്കിൽ മലബാർ റോസ്, വൃക്ഷമാണെങ്കിൽ ഈയകം, അതുപോലെ പൈതൃക വൃക്ഷമാണെങ്കിൽ ഈന്ത്, ജലജീവിയാണെങ്കിൽ നീർനായ, മത്സ്യം പന്താള പൂന്താരകൻ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഈനാമ്പേച്ചിയാണ് മൃഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ മൃഗം ഈനാമ്പേച്ചി, മത്സ്യം പന്താള പൂന്താരകൻ, ജലജീവി നീർനായ, പൈതൃക വൃക്ഷം ഈന്ത്, വൃക്ഷം ഈയങ്കം, അതുപോലെ തന്നെ ശലഭം മലബാർ റോസ്, പക്ഷി മേനിപ്പൊന്മാൻ, പുഷ്പം ചോദിച്ചാൽ അതിരാണി എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2025 മെയ് ഈ മാസത്തില് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ എന്നാണ് നമ്മുടെ ചോദ്യം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ഒരു പേര് പ്രത്യേകം നോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ പേര് എന്ന് പറയുന്നത് MSC എൽസ 3 എന്നാണ്. നമ്മുടെ പേര് MSC എൽസ 3 എന്നതാണ് ഈ ഒരു കപ്പലിന്റെ പേര്. അപ്പൊ 2025 മെയ് മാസം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് MSC എൽസ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. എന്താണ്? MSC എൽസ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇവിടെ നമ്മൾ തൊട്ടു മുമ്പ് അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ കണ്ടെത്തിയ ഇന്ത്യയിൽ വിൽപ്പനയും അതുപോലെ തന്നെ ഉപയോഗവും ഒക്കെ നിരോധിച്ച രാസവസ്തുവിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. കാൽസ്യം കാർബൈഡ് ആണ്. അത് ജലവുമായിട്ട് കലരുന്ന സമയത്ത് ഉണ്ടാകുന്ന വാതകത്തിന്റെ പേര് പഠിച്ചിരുന്നു. അസറ്റിലിൻ എന്നതാണ് വാതകത്തിന്റെ പേര്. ഇവിടെ നമ്മൾ ഈ പേര് ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. MSC എൽസ 3 എന്ന പേര് ഓർത്തിരിക്കുക. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലാണ് എന്ന് പറയുന്നത് MSC എൽസ എന്ന പേര് ഓർത്തിരിക്കുക. MSC എൽസ 3 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തിട്ട് ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അവാർഡാണ് പഠിക്കുന്നത്. 78ാമത് കാൻ ചലച്ചിത്ര പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി 2025 മെയ് മാസത്തില്. അതിൽ മികച്ച ചിത്രം അതിന് കൊടുക്കുന്ന പുരസ്കാരമാണ് പാംതോർ പുരസ്കാരം. നമ്മൾ ഓൾറെഡി ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ആ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നു 78ാമത്. ഓർത്തിരിക്കുക, നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന 78ാമത് കാൻ ചലച്ചിത്ര പുരസ്കാരത്തെ കുറിച്ചാണ്. 78ാമത് കാൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. ഈ മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് പാംതോർ പുരസ്കാരം. അതായത് ഈ കാൻ ചലച്ചിത്ര പുരസ്കാരത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന പാംതോർ പുരസ്കാരമാണ്. ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിനാണ്. ഏത് ചലച്ചിത്രത്തിനാണ്? ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന ചലച്ചിത്രം. അപ്പൊ നമ്മുടെ ചലച്ചിത്രത്തിന്റെ പേര് ഓർത്തിരിക്കുക. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ഇതാണ് നമ്മുടെ മികച്ച ചലച്ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത്. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്നാണ് മികച്ച ചലച്ചിത്രം. ഇത് ആരാണ് സംവിധാനം ചെയ്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറാനിയൻ സംവിധാനമായിട്ടുള്ള ജാഫർ പഹാനിയാണ് ഇത് സംവിധാനം ചെയ്തത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ജാഫർ പഹാനി എന്ന പേര് ഓർത്തിരിക്കുക. ജാഫർ പഹാനി. ഇനി അടുത്തത് മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഗ്രാൻഡ് പി പുരസ്കാരം. അപ്പൊ മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് കൊടുക്കുന്നതാണ് ഗ്രാൻഡ് പി പുരസ്കാരം. അത് ലഭിച്ചിരിക്കുന്നത് സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അപ്പൊ ഗ്രാൻഡ് പി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഏത് സിനിമയ്ക്കാണ് എന്ന് ചോദിച്ചാൽ സെന്റിമെന്റൽ വാല്യൂ എന്ന സിനിമയ്ക്കാണ്. സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ഇനി സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത് ക്ലബർ മെൻഡോണ ഫിലുവ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ പേരൊന്ന് ഓർത്തിരിക്കുക. മികച്ച സംവിധായകനാണ് ക്ലബർ അതേപോലെ മെൻഡോണ. ക്ലബർ മെൻഡോണ
മെൻഡോണ ഫിലുവ എന്നതാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2025 പ്രഖ്യാപിച്ച 78ാമത് കാൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന പാംദോർ പുരസ്കാരം കിട്ടിയത് ഏത് ചലച്ചിത്രത്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. മികച്ച രണ്ടാമത് ചിത്രത്തിന് കൊടുക്കുന്ന ഗ്രാൻഡ് പി പുരസ്കാരം കിട്ടിയത് സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്ന ചലച്ചിത്രത്തിനാണ്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ക്ലബർ മെൻഡോണ ഫിലുവ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ക്ലബർ മെൻഡോണ ഫിലുവ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി മികച്ച നടനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരുന്നത് വാഗ്നർ മോറ എന്നാണ് ഉത്തരമായിട്ട് വരിക. വാഗ്നർ മോറ. അതുപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത് നാദിയ മെലിറ്റിക്കാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത് നാദിയ മെലിറ്റി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് 78ാമത് കാൻ ചലച്ചിത്ര പുരസ്കാരം, മികച്ച ചിത്രം, മികച്ച രണ്ടാമത് ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടി, മികച്ച നടൻ, ഇതാരെല്ലാം എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ മികച്ച ചിത്രമായിട്ട് അവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് പാംദോർ പുരസ്കാരം. ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്, മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന പാംദോർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ജാഫർ പഹാനിയുടെ, ഇറാനിയൻ സംവിധായകനായ ജാഫർ പഹാനിയുടെ ചിത്രത്തിനാണ്. ഇനി മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് കൊടുക്കുന്ന ഗ്രാൻഡ് പി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്ന ചലച്ചിത്രത്തിനാണ്. ഈ രണ്ട് പേരുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പാംദോർ പുരസ്കാരം, അതേപോലെ തന്നെ ഗ്രാൻഡ് പി പുരസ്കാരം, ഇതൊക്കെ ഈ പറയുന്ന കാൻ ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 78ാമത് കാൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന പാംദോർ പുരസ്കാരം ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചു. അതേപോലെ തന്നെ മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് കൊടുക്കുന്ന ഗ്രാൻഡ് പി പുരസ്കാരം സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്ന ചലച്ചിത്രത്തിനാണ് ലഭിച്ചത്. മികച്ച സംവിധായകനായിട്ട് ക്ലബർ മെൻഡോണ ഫിലുവ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലഭിച്ചത്. ക്ലബർ മെൻഡോണ ഫിലുവ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലഭിച്ചത്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ചോദിച്ചാൽ ദ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സിനിമയാണ്. ദ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഈ ഒരു പുരസ്കാരമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സിനിമയുടെ പേര് ഓർത്തിരിക്കുക, ദ സീക്രട്ട് ഏജന്റ് എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ദ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ക്ലബർ മെൻഡോണ ഫിലുവ എന്ന് പറയുന്ന വ്യക്തിയാണ് 78ാമത് കാൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത്. ഇനി മികച്ച നടൻ നടി നമ്മൾ പരിചയപ്പെട്ടു. മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത് വാഗ്നർ മോറേനെയാണ്. മികച്ച നടനായി തെരഞ്ഞെടുത്തത് വാഗ്നർ മോറയാണ്. അദ്ദേഹം അഭിനയിച്ച സിനിമ ഏതാണ്? ദ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹം അഭിനയിച്ചത്. മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ നാദിയ മെലിറ്റീനിയാണെന്ന കാര്യം ഓർക്കുക. ദ ലിറ്റിൽ സിസ്റ്റലി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മികച്ച നടിയാരെന്നാണ്. നാദിയ മെലിറ്റി എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 78ാമത് കാൻ ചലച്ചിത്ര പുരസ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 78ാമത് കാൻ ചലച്ചിത്ര പുരസ്കാരം 2025 മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന പാംദിയോർ പുരസ്കാരം ഓർത്തിരിക്കുക, ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ചിത്രമാണ്. ഇത് സംവിധാനം ചെയ്തത് ജാഫർ പഹാനിയാണെന്ന കാര്യവും ഓർത്തിരിക്കുക. മികച്ച രണ്ടാമത് ചിത്രത്തിന് കൊടുക്കുന്നതാണ് ഗ്രാൻഡ് പി പുരസ്കാരം എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അത് ലഭിച്ചിരിക്കുന്ന സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്ന ചലച്ചിത്രത്തിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. മികച്ച സംവിധായകൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ക്ലബർ മെൻഡോണ ഫിലുവ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക. ക്ലബർ മെൻഡോണ ഫിലുവ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ സിനിമ ദ സീക്രട്ട് ഏജന്റ് എന്നതാണ് അദ്ദേഹത്തിന്റെ സിനിമ. ഇനി മികച്ച നടനായി വാഗ്നർ മോറയാണ് തെരഞ്ഞെടുത്തത്. മികച്ച നടിയായിട്ട് നാദിയ മെലിറ്റിയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ മികച്ച നടി നാദിയ മെലിറ്റി, മികച്ച നടൻ വാഗ്നർ മോറ, അതുപോലെ മികച്ച സംവിധായകൻ ക്ലബർ മെൻഡോണ എന്ന പേര് ഓർത്തിരിക്കുക. മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് ഗ്രാൻഡ് പി അവാർഡ് കിട്ടിയത് സെന്റിമെന്റൽ വാല്യൂവിനാണ്. അതുപോലെ മികച്ച ചിത്രത്തിലുള്ള പാംദോർ പുരസ്കാരം ലഭിച്ചത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇത് വളരെ പ്രധാനപ്പെട്ട 25ഓളം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ധാരാളം കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.